കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇനി മുതൽ രാജ്യസഭയിൽ. രാജസ്ഥാനിൽ നിന്നാണ് സോണിയ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം BJP-യിലേക്കെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ കമൽനാഥ് പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നത്. ഈ സീറ്റിലേക്കാണ് സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകിയതും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതും. സോണിയാഗാന്ധിയും 2 BJP അംഗങ്ങളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി നിയമസഭാ സെക്രട്ടറി മഹാവീർ പ്രസാദ് പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. 24 വർഷം ലോക്സഭാംഗമായിരുന്ന സോണിയാഗാന്ധിക്ക് ഇനി രാജ്യസഭയിലാണ് ഇരിപ്പിടം. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യസഭയിലേക്ക് എത്തുന്ന 2ാമത്തെ അംഗമാണ് സോണിയാഗാന്ധി. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി ലോക്സഭയെ പ്രതിനിധീകരിച്ചത്. പരമ്പരാഗതമായി നെഹ്റു കുടുംബാംഗം മത്സരിക്കുന്ന റായ്ബറേലിയിൽ നിന്ന് അടുത്തത് ആര് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ദേശീയ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന ചോദ്യം. സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം റായ്ബറേലി വഴിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവ് കമൽനാഥ് BJP-യിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങൾ തള്ളി. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അശോക് സിംഗിനെ കമൽനാഥ് അഭിനന്ദിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സംഘാടക സമിതി യോഗത്തിൽ കമൽനാഥ് പങ്കെടുത്തു. ഓൺലൈനായാണ് കമൽനാഥ് യോഗത്തിൽ പങ്കെടുത്തത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.